ഹലോ ഫ്രണ്ട്സ്, ശിവരാത്രി ദിവസത്തിലെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് അടിച്ച് തളിച്ച് ചാണകം തളിക്കുക, അതുപോലെ ചാണകത്തിൻ്റെ ഒരു തട ഉണ്ടാക്കുക. ഈ തട എന്തിനാന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് അമ്പലത്തിലെ ശിവപൂജ തുടങ്ങുന്ന സമയത്ത് ചാണക ഉണ്ടകൾ, അതായത് ഞങ്ങൾ ഒരു മാസം മുന്നേ ചാണകം ഉരുട്ടി വെച്ച് അത് ഉണക്കി കത്തിക്കാനായി മാറ്റി വെക്കും. അത് അന്ന് ശിവരാത്രി ദിവസമാണ് ഞങ്ങൾ കത്തിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാനായി റെഡിയായി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അമ്പലത്തിലെ ചെണ്ട കൊട്ടുന്ന ശബ്ദം ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കേൾക്കാം. അപ്പോൾ അമ്പലത്തിൽ ഇന്ന് പ്രധാനമായിട്ടുള്ള ശിവരാത്രി ദിവസത്തെ പ്രധാനമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ശിവഭഗവാനെ അമ്പലക്കുളത്തിൽ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനു വേണ്ടിയാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുളത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വന്ന ശേഷം കുളിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അമ്പലത്തിൽ സാധാരണ ശിവരാത്രിക്ക് ഒരുപാട് ആളുണ്ടാവുന്നതാണ്. ഇത്തവണ എന്താണെന്നറിയില്ല, ആൾക്കാർ കുറവായിരുന്നു. ചൂട് കാരണമോ എന്താണെന്നറിയില്ല, ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. വൈകുന്നേരമായി, ഏകദേശം സമയം വൈകുന്നേരം 4-4:30 ആയി. അമ്പലത്തിൽ ഉച്ച മുതലേ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുളത്തിൻ്റെ സമീപം വന്ന് ഭഗവാനെ അതിനകത്ത് കുളിപ്പിച്ചതിന് ശേഷം വീണ്ടും അമ്പലത്തിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് കണ്ണൂർ ഈ ഒരു ഏരിയയിൽ ഉള്ള പ്രധാന ആചാരങ്ങളിലൊന്ന് അന്ന് ദിവസം എല്ലായിടത്തും അടിച്ചു തുടക്കുക, എല്ലാ തുണികളും എടുത്ത് കഴുകിയിടുക, വീട് ശുദ്ധിയാക്കുക. കാരണം അമ്പലത്തിലുള്ള വാള് വീടുകളിലേക്ക് എഴുന്നള്ളിച്ച് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് വീട് അങ്ങേയറ്റം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ശിവരാത്രി നോമ്പെടുക്കുന്നവർ നോമ്പെടുത്തിട്ടുണ്ടാവും, അല്ലാത്തവർ വീടുകളൊക്കെ വൃത്തിയാക്കി. എങ്ങനെയായാലും നോമ്പെടുത്താലും എടുത്തില്ലെങ്കിലും ഞങ്ങൾ ഉറക്കമൊഴിക്കേണ്ട ആവശ്യം എന്തായാലും വരും. കാരണം ഈ വാള എഴുന്നള്ളിച്ച് വരുന്നത് ചിലപ്പോൾ രാത്രി 1 മണി 2 മണിയൊക്കെ ചില സമയത്ത് ആവാറുണ്ട്. ഇത്തവണ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. എന്നാലും ഒട്ടുമിക്ക വീടുകളിലും ആൾക്കാർ ഉറക്കമൊഴിച്ച് തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ ഭഗവാനെ കുളിപ്പിക്കുന്ന ചടങ്ങാണ്, കുളത്തിൽ ഇറങ്ങാൻ പോകുന്ന ചടങ്ങാണ് മുന്നിലിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാനെ വീണ്ടും കൊണ്ടുവച്ചതിന് ശേഷം നട തുറന്നിട്ടുണ്ടാവും. ഇപ്പോൾ സന്ധ്യയ്ക്ക് ആണ് ഞങ്ങൾ ഈ ചാണക ഉണ്ടകൾ കത്തിക്കുന്നത്. കത്തിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും തിരിയിട്ട് 4 ഭാഗത്ത് തിരി കൊടുത്തതിന് ശേഷം നമ്മൾ തീ കൊളുത്തുകയാണ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലും എല്ലായിടത്തും ഇതുപോലെ ചാണക ഉണ്ടകൾ കത്തിക്കുന്നത് കാണാം. അപ്പോൾ അത് ചാരമാക്കിയ ഭസ്മം അത് എടുത്ത് സൂക്ഷിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഭസ്മമായിട്ട് തൊടാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അടുത്ത വീട്ടിൽ അവർ കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഏകദേശം തീ പിടിച്ച് കഴിഞ്ഞു, അത് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ അതിന് ചുറ്റും കൂടി നിന്ന് അത് നോക്കുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ചാരായി മാറിയിട്ടുണ്ട്, നമുക്ക് തൊടാൻ പാകത്തിനുള്ള ഭസ്മമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് നെറ്റിയിൽ തൊടാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ശിവരാത്രി വിശേഷങ്ങൾ. ഓക്കെ, ബൈ.